شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ആയത്തുകൾ കഴിഞ്ഞു. 7ാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനൊക്കെ പറഞ്ഞു അല്ലേ. അതിൻ്റെ പ്രതിഫലങ്ങളും രാത്രിയിലെ നിസ്കാരത്തിന് ഒരുപാട് എഫക്റ്റ് ഉണ്ട് എന്നും രാത്രിയിൽ ഖുർആൻ ഓതുന്നത് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ ഉപകാരപ്രദമാണെന്നും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇനി പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ രാത്രി ഇങ്ങനെ ഇബാദത്തിൽ മുഴുകണേ. നിങ്ങൾക്ക് പകൽ സമയമുണ്ടല്ലോ ഫ്രീ ആയിട്ട്, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പകൽ സമയങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് രാത്രി എന്താക്കുക, ഇങ്ങനെ ഖിയാമുൽ ലൈലിന് വേണ്ടി അങ്ങ് നിർവഹിക്കുക, നീക്കിവെക്കുക, ഇബാദത്തുകൾക്ക് മാറ്റിവെക്കുക. ബാക്കിയുള്ള ജീവിതത്തിൻ്റെ മറ്റു വിഷയങ്ങളൊക്കെ പകലിൽ ചെയ്യാൻ സമയമുണ്ടല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയണം. ഇന്ന തീർച്ചയായും ലക്ക അങ്ങേക്കുണ്ട്, ഫിന്നഹാരി പകലിൽ താങ്കൾക്കുണ്ട്, സബ്ഹൻ തവീലൻ ദീർഘമായ ജോലി സമയമുണ്ട്. ദീർഘമായ ജോലി ചെയ്യാൻ പറ്റുന്ന സമയമുണ്ട്, ദീർഘമായ സമയമുണ്ട്. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീലൻ പകലിൽ താങ്കൾക്ക് ദീർഘമായ ജോലി സമയമുണ്ട്, അല്ലെങ്കിൽ ദീർഘമായ ജോലി തിരക്കുണ്ട്. എന്നാൽ ജോലികൾക്കൊക്കെ അതിനൊക്കെയുള്ള സമയം പകലിൽ അങ്ങേക്ക് കിട്ടും. അങ്ങയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾ നിർവഹിക്കാൻ, പോകാൻ, വരാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പകലിൽ സമയമുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും അതാ എന്നവരും രണ്ടും വലിയ മുഫസ്സിരീങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീനാണ്, മുഫസ്സിറുകളുടെ നേതാവെന്നറിയപ്പെടുന്ന മഹാനാണ്. അദ്ദേഹം ഈ ആയത്തിന് അർത്ഥം കൊടുത്തത് സബ്ഹൻ തവീല എന്ന് പറഞ്ഞാൽ യാനി ഫറാഗൻ തവീലൻ ലിനൗമിക വറാഹതിക, അങ്ങക്ക് വിശ്രമിക്കാനും ഇനി ഉറങ്ങാനും തന്നെ ഒരുപാട് നീണ്ട ഒഴിവ് സമയം പകലിലുണ്ട്. അതുകൊണ്ട് ഫജഅൽ നാശിഅത്തുൽ ലൈലി ലിഇബാദതിക, രാത്രി അങ്ങ് ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുക. പകലൊന്ന് വിശ്രമിക്കാനോ കുറച്ച് ഉറങ്ങാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ടല്ലോ, നീണ്ട സമയമുണ്ടല്ലോ. സബ്ഹൻ തവീല, സബ്ഹു തവീൽ, അസ്സബ്ഹു തവീൽ എന്നിവിടെ പറഞ്ഞത് വലിയ വിശാലമായ അർത്ഥമുള്ള ഒരു പദമാണെന്നാണ്. ചെറിയ വാക്കിൽ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ജവാമിഉൽ കലീം എന്ന് പറയപ്പെടുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ് ജവാമിഉൽ കലീം. ജവാമിഉൽ കലീം എന്ന് പറഞ്ഞാൽ എന്താ? ആകെ ഒരു പദം 2 പദമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അതങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങിയാൽ എത്രയോളം ഉണ്ടാവശ്യട്ടാണ്. അതല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ പദം അല്ലെങ്കിൽ 2 പദം പറയുക. അങ്ങനെയാണ് ജവാമിഉൽ കലീം എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ് ജവാമിഉൽ കലീം നൽകപ്പെട്ടു എന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ്റെ ഇഅ്ജാസ്, അമാനുഷികത തെളിയിക്കുന്ന ഒരു വാക്കുകൂടിയാണ് സബ്ഹൻ തവീല. ആ പ്രയോഗമാണ് അവിടെ വിഷയം, സബ്ഹൻ എന്ന് പ്രയോഗിച്ചത്. സബ്ഹ എന്ന് പറഞ്ഞാൽ സബഹ യസ്ബഹു എന്നതിൽ നിന്ന് പോകുന്നതാണ്. നീന്ത എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വെള്ളത്തിൽ നീന്തുന്നതിനെ കുറിച്ചാണ് അത് പറയാം. സബ്ഹ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും എല്ലാ പണികളും ചെയ്യാൻ പറ്റുന്ന ദീർഘമായ സമയം, അതാണ് സബ്ഹ എന്നോട് ഉദ്ദേശിച്ചത്. നീന്തുക എന്നർത്ഥം വരുന്ന സബഹയിൽ നിന്നാണ് ഇത് പോകുന്നത്. എന്താണ് അങ്ങനെ പോരാൻ കാരണം? അപ്പോൾ നീന്തുന്ന ആളെന്താണ്? ഇപ്പോൾ വെള്ളത്തിൽ ഒരാൾ നീന്തുന്ന സമയത്ത് അയാളെ കൈകൾ ചലിക്കണം, കാലുകൾ ചലിക്കണം, അയാളുടെ ശരീരം ചലിക്കണം, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയണം അല്ലേ? അങ്ങോട്ട് ഇളകണം, ഇങ്ങോട്ട് ഇളകണം, ചെരിയണം, മറിയണം. ചിലപ്പോൾ നീന്തുന്ന ആൾ കമിഴ്ന്ന് നീന്തും, ചിലപ്പോൾ മലർന്ന് നീന്തും, ചിലപ്പോൾ വെള്ളത്തിലും എന്താണ് പറയുക മുങ്ങും.
ഇങ്ങനെയൊക്കെ കുറേ പണികൾ ഈ സബഹ എന്ന പരിപാടിയിൽ നടക്കും. ഒരുപാട് പണികൾ ഈ സബഹ നീന്തുന്ന സമയത്ത് നടക്കും. അപ്പോൾ സബ്ഹ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇനം കാര്യങ്ങൾ ചെയ്യുക എന്ന അർത്ഥത്തിന് ഇവിടെ ഉപയോഗിച്ചു. ഒരുപാട് പണികൾ ചെയ്യാൻ, സബ്ഹൻ തവീലൻ, ദീർഘമായ ജോലി സമയമുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒഴിവ് സമയങ്ങളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലക ഫിൻ നഹാരി സബ്ഹുൻ തവീലുൻ, അങ്ങേക്ക് ഒരുപാട് സമയം പകലുണ്ട്, തനാമു ഫീഹി, അതിൽ താങ്കൾക്ക് ഉറങ്ങാം. അങ്ങനെ ഫതഅവ്വദു മാ ഫാതക മിൻ നൗമിൽ ലൈൽ, രാത്രി ഉറങ്ങാൻ പറ്റാതെ നഷ്ടപ്പെട്ട ഉറക്കല്ലേ, അത് അങ്ങേക്ക് ഇവിടെ പകരം വീട്ടാം എന്ന് പറഞ്ഞാൽ പകരം രാത്രി ഉറങ്ങാത്തതിന് പകരം കുറച്ച് നേരം കിടന്നുറങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈലൂലത്തിൻ്റെ ഉറക്കം ഉറങ്ങിയിരുന്നു കേൾക്കാം. പകലിലുള്ള ഉറക്കമാണ് കൈലൂലത്ത്. ഉച്ചയുടെ തൊട്ട് മുമ്പ് ളുഹറിൻ്റെ കുറച്ച് മുമ്പ് ഉറങ്ങുന്ന ആ അതിനെക്കുറിച്ച് ആ സമയത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. കൈലൂലത്ത് എപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്നുള്ളത് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് ളുഹറിൻ്റെ തൊട്ട് മുമ്പും പിന്നെ ളുഹറിൻ്റെ ഉച്ചയുടെ ശേഷവും, ളുഹറിൻ്റെ ശേഷവും രണ്ടാളൊരു സമയം കൈലൂലത്താണെന്നാണ്. അതേപോലെ അവൻ ഉറങ്ങാം, അങ്ങേക്ക് ഭക്ഷണം കഴിക്കാം, അതേപോലെ ജീവിത ഉപാധികൾ അന്വേഷിക്കാം, മൈഷത്തിന് വേണ്ടി ഇറങ്ങി നടക്കാം, ആളുകളെ സ്വീകരിക്കാൻ സമയം നിങ്ങൾക്ക് പകൽ സമയമുണ്ട്, അതുപോലെ കുട്ടികളുടെയും കുടുംബത്തിനെയും കൂടെ ചിലവഴിക്കാൻ സമയമുണ്ട്, എന്തെങ്കിലും സാധനം വാങ്ങാനും വിൽക്കാനൊക്കെ പോകാനും സമയമുണ്ട്. പിന്നെ എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും രാജാക്കളുമായോ ഏതെങ്കിലും സംഘവുമായോ ഏതെങ്കിലും വഫ്ദ് നിവേദക സംഘങ്ങളുമായോ മറ്റോ ഒക്കെ എന്താ പറയുക അപ്പോയിൻമെൻറ്റുകളുണ്ടെങ്കിൽ അവരെ അഭിമുഖീകരിക്കാനും അവരുമായി മീറ്റ് ചെയ്യാനുള്ള സമയങ്ങളുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ആളുകളൊക്കെ ദീൻ പ്രബോധനം ചെയ്യാനുള്ള സമയം അതുമുണ്ട്. പിന്നെ ആളുകൾക്കൊപ്പം മജ്ലിസുകളിരുന്ന് അവർക്ക് ഉപദേശിക്കാനുള്ള അതും സമയമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതൊക്കെ സബ്ഹൻ തവീലുൻ എന്ന് പറയുന്ന ആ ഒരു പദത്തിൽ വന്നു എന്നതാണ് അത്ഭുതം. അതുകൊണ്ടാണത് ജവാമിഉൽ കലിമാണ്, അതുപോലെ ഇജാസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാനസികതയ്ക്ക് തെളിവാണ് എന്നൊക്കെ പറയാൻ കാരണം. സബ്ഹ് എന്ന് പറഞ്ഞാൽ ഫറാഗ് എന്നതിന് അർത്ഥം കൊടുത്ത ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒഴിവ് എന്ന് പറയും. സബ്ഹ് എന്ന് പറഞ്ഞാൽ ഒഴിവ് എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട് ചില ആളുകൾ. അപ്പോൾ എന്തൊക്കെ അർത്ഥം? അപ്പോൾ ഇന്നലക ഫറാഗൻ ലിൽ ഹാജാത്തി ബിൻ നഹാരി, നിങ്ങളുടെ നബിയെ അങ്ങയുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന ഒഴിവ് സമയം പകലിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ജോലി സമയം എന്നാണ്, ജോലികൾ ചെയ്യാനുള്ള നീണ്ട സമയമുണ്ട്. ഇവിടെ ഇനി ഒഴിവ് എന്ന് തന്നെ അതിനർത്ഥം കൊടുത്തിട്ട് ഇങ്ങനെ അതിനർത്ഥം പറയുകയും ചെയ്യാം. ഏതായാലും വല്ലാത്തൊരു പ്രയോഗമാണ് ഇന്നലക ഫിൻ നഹാരി സബ്ഹൻ തവീല. നല്ല രസമുള്ള ഒരു പ്രയോഗം, ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗം. നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ടത് സമയത്തിൻ്റെ ഒരു വിലയാണ്. രാത്രി ഇബാദത്തിന് വേണ്ടി നീക്കി വെക്കുക, പകൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി എല്ലാ കാര്യങ്ങൾക്കും പകൽ സമയമുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കുള്ള പരാതി ഇപ്പോൾ സമയമല്ല എന്നുള്ളതാണ്, ആർക്കും ഒന്നിനും സമയമില്ല. പക്ഷെ അല്ലാഹു തആല പറയുന്നു സബ്ഹൻ തവീല, നീണ്ട സമയമുണ്ട്. അപ്പോൾ എവിടെ പ്രശ്നം? ഉള്ള സമയം ഉപയോഗപ്പെടുത്താഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉള്ള സമയത്തിൻ്റെ ബർക്കത്ത് അല്ലാഹു തആല നമുക്ക് തരുന്നില്ല, അത് മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്, അങ്ങനെയൊക്കെ ആവാലോ. ഈ ആയത്തിൻ്റെ പ്രധാന സന്ദേശം ഇഖ്തിനാമുൽ ഔഖാത്താണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇഖ്തിനാമുൽ ഔഖാത്ത്, സമയം മുതലെടുക്കുക, സമയം വിനിയോഗിക്കുക, യഥാവിധി ഉപയോഗിക്കുക. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദുനിയാവിൽ 24 മണിക്കൂറാണുള്ളത്. ഒരു മനുഷ്യനും ഒരു സെക്കൻഡ് കൂടുതലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര തന്നെയായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റിനും അത്ര തന്നെയാണ്, ലോക നേതാക്കൾക്കും അത്ര തന്നെയാണ്. എത്ര തിരക്കുള്ള ആളുകൾക്കും 24 മണിക്കൂർ തന്നെയാണ്. ആർക്കും ഒരു സെക്കൻഡ് കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. വലിയ തിരക്കുള്ള ആൾക്കാർക്ക് അത്ര തന്നെ ഉള്ളൂ. അപ്പം എന്താ ചെയ്യേണ്ടത്? അത് ആസൂത്രണം ചെയ്ത് ഉപയോഗപ്പെടുത്തണം. സമയത്തിന് ബർക്കത്തുണ്ട്. അതാണ് സബ്ഹൻ ത്വീല എന്ന് പറഞ്ഞാൽ ത്വീലൻ എന്നതിന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെ. ബർക്കത്തിൻ്റെ സമയത്തിന് അല്ലാഹു തആല വേണമെന്ന് വിചാരിച്ച ആളുകൾക്ക് ബർക്കത്ത് കൊടുക്കും. പിന്നെ അള്ളാഹു പകലും രാത്രിയും ഇതൊക്കെ എന്താ പറയുക അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണെന്നും ഒന്നിനു പിറകെ മറ്റൊന്നായി വരുത്തിയത് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്നും ആ ഒരു പാഠവും ഈ ആയത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. രാത്രി നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, പകൽ നിങ്ങൾക്ക് എന്താണ് പറയുക ജീവിത സന്ധാരണത്തിന് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ രാവും പകലും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെരത്തിബാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് തരാണ് റബ്ബ്. രാത്രി തന്നെ ആണില്ല, പകൽ തന്നെ ആണില്ല. അത് വേറെ രാത്രി അല്ലാഹു ചോദിക്കുന്നുണ്ട്. രാത്രിയെ സർമതൻ, എപ്പോഴും നിരന്തരം നിങ്ങൾക്ക് രാത്രി തന്നെ ആക്കിയാൽ എന്തൊക്കെ നിങ്ങളവസ്ഥ? ഇനി എപ്പോഴും പകലാക്കിയാൽ പിന്നെ ഉറങ്ങാൻ എന്താ നിങ്ങൾ കാട്ടുക? റബ്ബ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. നമ്മളതിങ്ങനെ ദിവസവും ചെയ്തും കൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില ഇല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലാഹു തആല എപ്പോഴും പരിശുദ്ധ ഖുർആനിൽ പറയുന്ന വിഷയമായ രാവും പകലും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ.
ഇന്ന ഫഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്ത്. രാപ്പകലുകൾ മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നുള്ളതാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്കല്ല, ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവിടെ കൃത്യമായി പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ യഥാവിധി ആ സമയം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ശരിക്ക് എന്താണ് പറയുക, ഫലങ്ങൾ ഉണ്ടാക്കാനും ബറക്കത്ത് എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. അതല്ല കിടന്നങ്ങനെ ഉറങ്ങാണ്, വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ വാട്സപ്പ് ഫേസ്ബുക്ക് നോക്കിയിരിക്കുകയാണ്, എന്നാൽ പിന്നെ അത് ഈ പറയപ്പെട്ട കാര്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയൊക്കെ സമയങ്ങൾ നമ്മൾ ക്രമീകരിക്കണം. ഒരുപാട് ആളുകൾ സമയം കൊല്ലുന്ന ആളുകളാണ്. ഒരു വിചാരിക്കണ ഒരു സമയത്ത് അങ്ങോട്ട് കൊല്ലുകയെന്നാ, തിരിച്ചാ സംഭവിക്കേണ്ടത് സമയം അവരെ ഇങ്ങോട്ട് കൊല്ലുകയാണ്. സമയം മൂർച്ചയുള്ള വാള് പോലെ നമ്മൾ ഇങ്ങോട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡ് നമ്മളങ്ങനെ കൊന്നു നമ്മൾ ആവശ്യം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹദീസുകളുണ്ട് അല്ലേ, ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്വലാസ്മ തങ്ങളുടെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപദേശിച്ച ഒരുപാട് ഹദീസുകൾ. ഈ ആയത്തും അതാണ്, ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. നല്ലോണം സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. സമയം കൊല്ലേണ്ടതല്ല, സമയം കൊല്ലി പരിപാടികൾ നമുക്ക് വേണ്ട. സമയം പോണില്ല എന്ന് പറയുന്ന ആളുകൾ എന്താണ് അവർ മനസ്സിലാക്കാത്തത് എന്ന് നമുക്ക് എന്താണ് പറയുക, ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ടൈം പാസ് ചെയ്യാനുള്ളതല്ല, യൂസ് ചെയ്യാനുള്ളതാണ്. നമ്മളിപ്പോൾ പറയും ടൈം പാസിനെ ഞാനതൊരു ഗെയിം, എന്താ ടൈം പാസിന് സമയമാണ് പോകണില്ല, അപ്പോൾ പോക്കാൻ വേണ്ടി എന്തോ കളിച്ചാണ്. അങ്ങനെ പാസ് ചെയ്യാനുള്ള സാധനമല്ല ടൈം. ടൈം യൂസ് ചെയ്യാനുള്ള സാധനമാണ്. യൂസ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്തി അത് ഫലവത്താക്കണം, യൂസ് ചെയ്ത് ഫലവത്താക്കണം. സാധാരണ പറയാറ് ടൈം ഈസ് മണി എന്നാണ്, അങ്ങനെ പറയാറുണ്ട്. സമയം സമ്പത്താണ് എന്ന്, ടൈം ഈസ് മണി. പക്ഷെ അങ്ങനെയല്ല പറയേണ്ടതെന്നാണ്. ടൈം ഈസ് പ്രഷ്യസ് ദാൻ മണി എന്ന് പറയണം. ടൈം ഈസ് പ്രഷ്യസ് ദാൻ മണി. സമ്പത്തിനേക്കാളിലും വില പിടിപ്പുള്ള സാധനമാണ് ടൈം. ഈ സമയം ആർക്കെങ്കിലും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. ആർക്കും കാശ് കൊടുത്താൽ കിട്ടില്ല. കഴിഞ്ഞു പോയ അരമണിക്കൂർ എന്നാൽ ഞങ്ങൾക്ക് 2000 രൂപ തരാമെന്ന് പറഞ്ഞാൽ, 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ അരമണിക്കൂർ കിട്ടൂല. അപ്പോൾ പൈസയാണെന്ന് പറയാൻ പറ്റൂല. പൈസയേക്കാളും മറ്റെന്തോ പ്രഷ്യസായ വലിയ സാധനമാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി ചിന്തിക്കുക തന്നെ വേണം. സബ്ഹൻ തവീല. അല്ലാഹു തആല അങ്ങനെ തന്നെ പറഞ്ഞത് അതിനാണ് നമ്മൾ ചിന്തിക്കാൻ മനസ്സിലാക്കുവാനുണ്ട്. ഇതിങ്ങനെ ഓതിപ്പോയിട്ട് കാര്യമാണ്. കൃത്യമായ ടൈം ടേബിളുകൾ ഉണ്ടാക്കി സമയം ഉപയോഗപ്പെടുത്തുകയാണ് മുഅ്മിനായ മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. പോയാൽ തിരിച്ചു കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ള സാധനമാണ്. എത്രങ്ങാനും സമയം നമ്മൾ വെറുതെ കളയുന്നത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. ഗൾഫിലേക്ക് വന്നിട്ട് എത്ര കൊല്ലമായെന്ന് വെച്ചാൽ പടച്ചോനെ കണക്കൂട്ടൊക്കെ 10-25 കൊല്ലമായി. എന്നേപ്പത് വന്ന് എന്നേപ്പത് പോയി. ഇനി ആയുസ്സിൽ എത്ര ബാക്കിയുണ്ടാകും പടച്ച മുഴുവൻ തരികയാണെങ്കിൽ ഒരു ശരാശരി ആയുസ് വെച്ച് നോക്കുകയാണെങ്കിൽ കണക്കൂട്ടിയാൽ കണ്ണ് തള്ളിപ്പോവും. ആയുസ്സല്ലേ തീരുന്നത്. ഓരോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആയുസ്സല്ലേ പോണത് പടച്ചോനെ. അപ്പോൾ നമ്മൾ ഓരോ സെക്കൻഡും പാഴാക്കാൻ പാടില്ല. ഒരു സുബ്ഹാനല്ലാഹെന്നെങ്കിലും പറയാത്ത, അള്ളാഹുവിനെ ആലോചിക്കാത്ത, നല്ലൊരു ഇബാദത്ത് ചെയ്യാത്ത, നല്ലൊരു കാര്യം ചെയ്യാത്ത ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മൾ ചെയ്യുന്നതൊക്കെ ഇബാദത്താക്കാന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ മുതലാണ് ഇപ്പോൾ ഇതൊക്കെ വരിക. അപ്പോൾ പിന്നെ എല്ലാ സമയവും ഇബാദത്തായിട്ട് വരും. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി സംബന്ധമായിട്ട് പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.